ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യത്ത് പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ആദ്യ തെരഞ്ഞെടുപ്പ് റാലി രാജസ്ഥാനിൽ നടന്നു. കോൺഗ്രസ് 17 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി പുറത്തിറക്കി. കേരളത്തിൽ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനം നാളെ. ഇതുവരെ പത്രിക നൽകിയത് 56 പേർ. ഗാസയിൽ സന്നദ്ധ സംഘത്തിന്റെ വാഹനവ്യൂഹത്തിൽ മിസൈൽ പതിച്ച് 7 പേർ കൊല്ലപ്പെട്ടതിൽ ദുഃഖം രേഖപ്പെടുത്തി ഇസ്രായേൽ. അപലപിച്ച് യുഎസും യുകെയും. തൃശൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും TTEയെ തള്ളിയിട്ട് കൊലപ്പെടുത്തി ഒഡീഷ സ്വദേശി കസ്റ്റഡിയിൽ. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 28 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ആദ്യഘട്ട ലോക്സഭാ വോട്ടെടുപ്പ് അടുത്തിരിക്കെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി മുന്നേറുന്നു. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ സജീവമായ പ്രചാരണത്തിലാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ രാജസ്ഥാനിലെ കോട്ട്പുത്ലിക്ക് സമീപം ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. രാജസ്ഥാൻ PCC അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് ദോട്ടാസാര, മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും മുതിർന്ന പാർട്ടി നേതാക്കളും പാലിയിലും ജോധ്പൂരിലും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ റാലികളെ അഭിസംബോധന ചെയ്തു. കർണാടകയിലെ ബാംഗ്ലൂർ റൂറൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ചന്നപട്ടണയിൽ മുതിർന്ന BJP നേതാവ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്നലെ റോഡ് ഷോ നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 17 സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസ് ഇന്നലെ പുറത്തിറക്കി. മുൻ കേന്ദ്രമന്ത്രി MM പള്ളം രാജുവിനെ കാക്കിനാഡ ലോക്സഭാ മണ്ഡലത്തിലും ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷ YS ഷർമിള റെഡ്ഡി കടപ്പയിലും മത്സരിക്കും. മുൻ കേന്ദ്രമന്ത്രി താരിഖ് അൻവർ ബീഹാറിലെ കതിഹാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അമീർ ചന്ദ് നായക് ഒഡീഷയിലെ കാണ്ടമാലിൽ നിന്നും മത്സരിക്കും. ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള 114 സ്ഥാനാർത്ഥികളുടെയും ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 49 സ്ഥാനാർത്ഥികളുടെ പട്ടികയും കോൺഗ്രസ് പുറത്തിറക്കി. അരുണാചൽ പ്രദേശിൽ 18ാം ലോക്സഭയിലേക്കും 11ാം നിയമസഭയിലേക്കും ഒരേ സമയം നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കായുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് പാർട്ടി പുറത്തിറക്കി. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നബാം തുക്കിയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം നാളെ. 42 സ്ഥാനാർത്ഥികൾ കൂടി ഇന്നലെ പത്രിക നൽകിയതോടെ കേരളത്തിൽ ആകെ 56 സ്ഥാനാർത്ഥികളായി. വിശദാംശങ്ങളിലേക്ക്. ഇന്നും നാളെയുമായി പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്ത് മത്സരചിത്രം തെളിയും. മാർച്ച് 28-നാണ് കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയത്. സൂക്ഷ്മ പരിശോധന 5-ന് നടക്കും. കോട്ടയം മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചവരുടെ എണ്ണം 5ആയി. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും ഇന്ന് പത്രിക സമർപ്പിക്കും. എറണാകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ രാവിലെ പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ഹൈബി ഈഡന്റെ പത്രികാ സമർപ്പണം നാളെയാണ്. പാലക്കാട് LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഇന്നും NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ നാളെയും പത്രിക നൽകും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇന്ന് പത്രിക നൽകും. കണ്ണൂർ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി KC സലീം പത്രിക നൽകി. UDF, LDF, NDA സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകും. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി V ജോയി ഇന്ന് പത്രിക സമർപ്പിക്കും. ഈ മാസം 8 വരെ പത്രിക പിൻവലിക്കാം. 26-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പൊതു തെരഞ്ഞെടുപ്പിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ പുറത്തിറക്കി. വിവരങ്ങൾ പരിശോധിക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനും മിഥ്യകൾ ഇല്ലാതാക്കാനും പ്രധാന കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_ എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തൃശൂർ വെളപ്പായയിൽ ട്രെയിനിൽ നിന്ന് TTEയെ തള്ളിയിട്ട് കൊന്നു. TTE K വിനോദാണ് കൊല്ലപ്പെട്ടത്. ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്ന് യാത്രക്കാരൻ അക്രമാസക്തനായി ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ വൈകിട്ടോടെ എറണാകുളം പാട്ന ട്രെയിനിലാണ് സംഭവം. മൃതദേഹം തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ അതിഥി തൊഴിലാളിയായ ഒഡീഷ സ്വദേശി രജനീകാന്ത രണജിത്തിനെ പാലക്കാട് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 28 റൺസ് ജയം. ലക്നൌ സൂപ്പർ ജയന്റ്സ് ഉയർത്തിയ 182 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 153 റൺസേ നേടാനായുള്ളൂ. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം.
ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 വിശാഖപട്ടണത്താണ് മത്സരം. കാൻഡിഡേറ്റ് ചെസ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. കാനഡയിലെ ടൊറന്റോയിൽ നടക്കുന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം നാളെ രാത്രി 12 മണിയോടെ മത്സരം തുടങ്ങും. ഇവിടെ ഓപ്പൺ, വനിതാ വിഭാഗങ്ങളിൽ വിജയിക്കുന്നവർക്ക് അതേ വിഭാഗത്തിലെ നിലവിലുള്ള ലോക ചാമ്പ്യനെതിരെ ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാം. 18-കാരനായ പ്രജ്ഞാനന്ദയും 17-കാരനായ ഗുകേഷ് ഡിയും 29-കാരനായ വിദിത് സന്തോഷ് ഗുജറാത്തിയുമാണ് ഓപ്പൺ മത്സരത്തിൽ ഇന്ത്യൻ പതാക പേറുന്നത്. ആർ വൈശാലിയും കൊനേരു ഹംപി വനിതാ വിഭാഗത്തിൽ മത്സരിക്കും. തായ്ലൻഡിൽ നടക്കുന്ന IWF ഭാരോദ്വഹന ലോകകപ്പിൽ വനിതകളുടെ 59 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ബിന്ധ്യ റാണി ദേവി വെങ്കല മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസ് വെള്ളി മെഡൽ ജേതാവ് കൂടിയായ ബിന്ധ്യ റാണി ദേവി 196 കിലോഗ്രാം ഉയർത്തിയാണ് 3ാം സ്ഥാനത്തെത്തിയത്. ഗാസയിൽ സന്നദ്ധ സംഘത്തിന്റെ വാഹന വ്യൂഹത്തിൽ മിസൈൽ പതിച്ച് 7 പേർ കൊല്ലപ്പെട്ടതിൽ ദുഃഖം രേഖപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഗാസയിൽ ഭക്ഷണ വിതരണം ചെയ്തുവരുന്ന ജീവകാരുണ്യ സംഘത്തിൽപ്പെട്ടവരാണ് ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തെ ശക്തമായി അപലപിച്ച് അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തി. ഐക്യരാഷ്ട്ര സംഘടന ജനീവയിലെ ഇന്ത്യൻ സ്ഥിരം പ്രതിനിധി അരിന്ദം ബാഗ്ചി ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസുമായി ജനീവയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ ആരോഗ്യം, പരമ്പരാഗത വൈദ്യശാസ്ത്രം ഉൾപ്പെടെയുള്ള ആഗോള ആരോഗ്യ വിഷയങ്ങളിൽ ഇന്ത്യയും ലോകാരോഗ്യ സംഘടനയും സഹകരിക്കുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഉയർന്ന താപനില മുന്നറിയിപ്പ് ജാഗ്രതയുടെ ഭാഗമായി ശനിയാഴ്ച വരെ 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താം. പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കൂടിയ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രത പാലിക്കണം. തൃശൂർ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അസം, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. ജില്ലാ മജിസ്ട്രേറ്റുകൾ, പോലീസ് സൂപ്രണ്ടുമാർ, DIG, IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് സ്ഥലം മാറ്റം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരുമായി നടത്തിയ യോഗത്തിലാണ് തീരുമാനം. പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ ഈ ഓഫീസർമാർക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയും നൽകില്ല. വിദേശ നിക്ഷേപകരുടെ ശുഭാപ്തി വിശ്വാസവും രാജ്യത്തോടുള്ള വിശ്വാസ്യതയും കാരണമാണ് ഇന്ത്യൻ മൂലധന വിപണികൾ ഉയർന്ന പ്രകടനം നടത്തുന്നതെന്ന് സെബി ചെയർപേഴ്സൺ മാധബി പുരിബുജ് പറഞ്ഞു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി മുംബൈയിൽ സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിലും ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലും സൈന്യം വഹിക്കുന്ന പങ്കിനെ പ്രകീർത്തിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ നടന്ന കരസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇസ്ലാമാബാദിലെ പാർലമെന്റ് മന്ദിരത്തിനു പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിലെ ഫെഡറൽ പാർലമെന്റിൽ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ നാരായൺ കാജി ശ്രേഷ്ഠ ബിംസ്റ്റെക് ചാർട്ടർ അവതരിപ്പിച്ചു. നിർദ്ദേശങ്ങളെ സഭയിലെ ഭൂരിപക്ഷവും അനുകൂലിച്ചു. നേപ്പാളിനു പുറമെ ബിംസ്റ്റെക്കിലെ 6 അംഗരാജ്യങ്ങൾ അതാത് പാർലമെന്റുകളിൽ നിന്ന് ബിംസ്റ്റെക് ചാർട്ടറുകൾക്ക് അംഗീകാരം നേടിയിരുന്നു. വേനൽക്കാലത്തെ വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ എല്ലാ താപവൈദ്യുത നിലയങ്ങളുടെയും ശേഷി വിലയിരുത്തുന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി RK സിംഗ് പങ്കെടുത്തു. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായത് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകി. കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമപരമാണെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ സെക്ഷൻ 16 എല്ലാ നടപടിക്രമങ്ങളും പാലിക്കുന്നുണ്ടെന്നും ED മറുപടിയിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യത്ത് പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ആദ്യ തെരഞ്ഞെടുപ്പ് റാലി രാജസ്ഥാനിൽ നടന്നു. കോൺഗ്രസ് 17 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി പുറത്തിറക്കി. കേരളത്തിൽ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനം നാളെ. ഇതുവരെ പത്രിക നൽകിയത് 56 പേർ. ഗാസയിൽ സന്നദ്ധ സംഘത്തിന്റെ വാഹന വ്യൂഹത്തിൽ മിസൈൽ പതിച്ച് 7 പേർ കൊല്ലപ്പെട്ടതിൽ ദുഃഖം രേഖപ്പെടുത്തി ഇസ്രായേൽ, അപലപിച്ച് USഉം UKയും. തൃശൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും TTEയെ തള്ളിയിട്ട് കൊലപ്പെടുത്തി ഒഡീഷ സ്വദേശി കസ്റ്റഡിയിൽ. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 28 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.